പ്രൈസ് ദ ലോർഡ്. സ്നേഹം നിറഞ്ഞവരെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഏറിയ നാളത്തെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയിൽ നമ്മുടെ ഒരു ആത്മീക ശുശ്രൂഷ ക്രമീകരിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ നാളെ അത് യാഥാർത്ഥ്യമാവുകയാണ്. 2024 മാർച്ച് മാസം 13 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കരുവാറ്റായ്ക്ക് സമീപം തൈവീട് ജംഗ്ഷനിലുള്ള ശൈല ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. ഒന്നുകൂടെ ഞാൻ സ്ഥലം പറയാം. കരുവാറ്റായ്ക്ക് സമീപം തൈവീട് ജംഗ്ഷനിൽ ശൈല ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ശുശ്രൂഷയുടെ സമയം. നിങ്ങളെ നേരിൽ കാണാനും നിങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പ്രാപിപ്പാനും നമുക്ക് ഈ അവസരം മാക്സിമം വിനിയോഗിക്കാം. മറക്കാതെ നിങ്ങൾ വരിക. ദൈവത്തിൻ്റെ വലിയ സ്പർശനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നാളെ രാവിലെ കൃത്യം 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കാൻ കാരണമാക്കി തീർക്കും. ദയവായി സന്തോഷത്തോടെ വിശ്വാസത്തോടെ കടന്നു വരൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കാണാൻ, നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാൻ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് മുഖാമുഖം കാണാം. മറക്കരുത്, കരുവാറ്റ ജംഗ്ഷന് സമീപം തൈവീട് ശൈല ഓഡിറ്റോറിയത്തിൽ, തൈവീട് ജംഗ്ഷനിൽ, കരുവാറ്റ തൈവീട് ജംഗ്ഷനിലുള്ള ശൈല ഓഡിറ്റോറിയത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ജോലിയും നമുക്കുള്ളതല്ല, എല്ലാ ബിസിനസ്സും നമുക്കുള്ളതല്ല, എല്ലാ ശുശ്രൂഷയും നമുക്കുള്ളതല്ല, എല്ലാ സ്ഥലങ്ങളും നമുക്കുള്ളതല്ല. പണം ലഭിക്കുന്ന ഏത് വഴിയും ഏത് മാർഗവും നമുക്കുള്ളതല്ല. എന്നാൽ മറ്റാർക്കുമില്ലാത്തതും നമുക്ക് വേണ്ടി മാത്രമായി ദൈവം മാറ്റി വച്ചിരിക്കുന്നതുമായ വിലയേറിയ ചില സംവിധാനങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്. അത് കൃത്യമായി കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണെന്ന്. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ദൈവം ഡിസേർവ് ചെയ്തിട്ടിരിക്കുന്നിടത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂത് കർത്താവ് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി ഉപവിഷ്ടരാക്കി ആദരിക്കുന്ന ചില പദവികളിലേക്ക്, ചില ജീവിതത്തിൻ്റെ വിജയകരമായ ഇടങ്ങളിലേക്കുള്ളതായ ഒരു മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുന്നതാണ്. സ്നേഹം നിറഞ്ഞവരെ, ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമാം യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ദൈവം നീക്കി വച്ചിരിക്കുന്ന തൻ്റെ കൃത്യമായ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ നാം എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും വിജയപ്രദമായി തീരുന്നത്. നമ്മുടെ ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളെയും അതെനിക്ക് വേണ്ടി ഉള്ളതാണ്, ഞാനത് ചെയ്താൽ ശരിയാകും, അതിലേക്ക് ഞാൻ പോയാൽ എനിക്ക് അല്പം കൂടെ ഗുണകരമാകും, ഈ രീതിയിൽ ചിന്തിച്ച് നമുക്ക് വേണ്ടി ദൈവം മാറ്റിവെക്കാത്ത പല മേഖലകളെയും നമുക്കുള്ളതാണെന്നുള്ളതായ ചിന്തയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് പരാജയത്തിൽ ചെന്ന് വിടാറുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം താൻ ഒരുക്കി വച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലത്തേക്കുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശന ദിനമാണ്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, അർഹതയ്ക്ക് അതീതമായി ദൈവം നിങ്ങളെ ഇരുത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ഇരിപ്പിടങ്ങളിലേക്ക് കർത്താവ് തന്നെ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്തി മാനിക്കുന്ന ഒരു സന്തുഷ്ട ജീവിത സമയത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ടുവരുന്നത്. എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഞാൻ എൻ്റേതായ കാഴ്ചകളിലും ചിന്തകളിലും അറിവുകളിലും എനിക്കുള്ളതാണെന്നുള്ള നിലയിൽ പലതിൻ്റെയും പിന്നാലെ ഓടി. പക്ഷെ അതൊക്കെയും എന്നെ കബളിപ്പിക്കുകയായിരുന്നു, എന്നെ വഞ്ചിക്കുകയായിരുന്നു. വേട്ടക്കാരൻ തൻ്റെ മുമ്പിൽ ഇങ്ങനെ കുതിറി ഓടുന്ന ഒരു വേട്ടമൃഗത്തിൻ്റെ പിന്നാലെ ഓടി ഏറ്റവും ഒടുവിൽ അത് വലിയൊരു ട്രാപ്പായിരുന്നെന്നറിഞ്ഞ് വലിയൊരു അപകടത്തിൽ ചെന്ന് പെടുന്നത് പോലെ ഇപ്പോൾ കിട്ടും എന്നുള്ള നിലയിൽ നമ്മളെ ഇങ്ങനെ മോഹിപ്പിച്ചു കൊണ്ടുപോയി അവസാനം വലിയ ദുരന്തങ്ങളിൽ കൊണ്ടുപോയി താഴ്മാറാക്കുന്ന ചില ജീവിത ദുരന്തങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ തിരികെ പിടിക്കുന്ന സമയമാണ്. കുറേ ദിനങ്ങൾക്ക് പുറകിൽ പാലക്കാട്ട് നിന്നൊരു അമ്മ എന്നെ വിളിച്ചു. എന്നോട് അവർ പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു മകനുമായിട്ടാണ് കല്യാണം കഴിപ്പിച്ചയച്ചത്. അവനൊരു ചെറിയ പ്രായത്തിൽ തന്നെ മനോഹരമായൊരു വീട് വെച്ചു, ശ്രേഷ്ഠമേറിയൊരു ജോലി കണ്ടെത്തി. അവനെ കണ്ടാൽ ആരും ബഹുമാനിക്കും. ആ നിലയിൽ അവൻ്റെ ജീവിതം ഏറ്റവും മാതൃകാപരമായി ഉയർന്നതിനെ തുടർന്നാണ് അവനുമായുള്ള കല്യാണം ഞങ്ങൾ താല്പര്യപ്പെട്ടത്. എന്നാൽ പാസ്റ്ററെ, ഇപ്പോൾ ഒരു കുഞ്ഞായി,
കുറേ ദിവസങ്ങൾക്ക് പുറകിൽ അവൻ ഓട്ടോറിക്ഷയിലാണ് വീട്ടിൽ വന്നത്. കാർ അവൻ്റെ കയ്യിലില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ചിന്തിച്ചു കാറ് വല്ല വർക്ക്ഷോപ്പിലോ വല്ലതും ആയിരിക്കുമെന്ന്. അതിനെക്കുറിച്ച് ചോദിച്ചു, എന്തോ പറഞ്ഞു. പിന്നെ അധികം മറുപടികളൊന്നും അതിനെക്കുറിച്ച് സംസാരം ഒന്നും ഉണ്ടായില്ല. ആ തുടർച്ചയായി പിന്നീട് ഇങ്ങനെ കാറിൽ തന്നെ വന്ന് ആ മകൻ, ഓട്ടോയിൽ തന്നെ ആ മകൻ ഇങ്ങനെ കടന്നു വരവേ കാർ എന്ത് ചെയ്യുന്നുള്ള ചോദ്യം വന്നപ്പോൾ കാറ് വിറ്റു എന്നുള്ളത് പോലെ വാർത്ത കേട്ടു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ മോളോട് പറഞ്ഞു, നമുക്ക് ഒരു വാടക വീട്ടിലോട്ട് മാറണം, വീട് ഞാൻ കച്ചവടം ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്നായി ജീവിതത്തിൽ നേടിയെന്ന് പറയുന്നതൊക്കെയും ഇങ്ങനെ നഷ്ടപ്പെടുത്തി ഏറ്റവും ഒടുവിൽ വലിയൊരു നികത്താനാകാത്ത ഒരു വലിയ ദുരന്തത്തിൽ ചെന്ന് ഇങ്ങനെ ആ ജീവിതം ഇങ്ങനെ വീണ് കഴിയുമ്പോൾ വീട്ടുകാരൊക്കെ കൂടി ഇടപെട്ടു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇടപെട്ടു. എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും പറയുന്നില്ല. ആരോടും മിണ്ടാതെ ഡിപ്രഷനുള്ള ഗുളികകളൊക്കെ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ എന്ത് സംഭവിച്ചെന്ന് പറയാതിരിക്കവേ ഒരു ദിവസം അവരാ യാഥാർത്ഥ്യം പറഞ്ഞു. അവനെ ഏതോ പണം വെച്ച് കളിക്കുന്ന ഏതോ ഒരു ഗെയിമിൽ പങ്കാളിയായി. അതിൽ ചേർന്ന ശേഷം വളരെ തത്രപ്പെട്ട് പണം ഉണ്ടാക്കാനുള്ള തിടുക്കത്തിൽ അവൻ തനിക്കുള്ളതായ വലിയ വലിയ തുകകൾ വെച്ച് പല ഇൻ്റർനാഷണൽ ലെവലിലുള്ള പല ഗെയിമുകൾക്കകത്തും ജോയിൻ ചെയ്തു. ഏറ്റവും ഒടുവിൽ തൻ്റെ കയ്യിലുള്ളതായ പലതും നഷ്ടപ്പെട്ടു. ആ വാതുവെപ്പിൽ അവൻ പലതും എടുത്തു വെച്ചു. ആ വെക്കുന്നതിൻ്റെ തുക കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠമേറിയ നിക്ഷേപങ്ങളെ പലതിനെയും അവൻ ഒന്നുമല്ലാതാക്കി വഴിയാധാരമാക്കി കളഞ്ഞു. ഏറ്റവും ഒടുവിൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടൊരു വാടക വീട്ടിലേക്ക് പോകുകയാണ്. ഈ നിലയിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്നോർത്ത് നിലവിളിച്ചുകൊണ്ട് എന്നെ വിളിച്ച അമ്മയുടെ ആ ഒരു വേദന നിറഞ്ഞ സ്വരം ഇന്നും എൻ്റെ കാതുകളിലുണ്ട്. വളരെ ഹൃദയവേദനയോടുകൂടെ ഞാൻ ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നികത്താനാകാത്ത വലിയൊരു നഷ്ടത്തിലേക്കാണ് ആ കുടുംബം വീണുപോയത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദ്യം വലുത് കയ്യിൽ കിട്ടുമായിരുന്നു. അന്നേരം ഞാൻ ചിന്തിച്ചു, ഇത് എനിക്കുള്ളതാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോയി ആദ്യം കിട്ടിയ ബോണസുകളും ആദ്യം കിട്ടിയ ചെറിയ ചെറിയ ലാഭങ്ങളും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും വലുതൊന്നും എനിക്ക് ലഭിക്കുമെന്നുള്ളതായ ആ ഒരു ചിന്തയിൽ തത്രപ്പെട്ട് ഓടി. പക്ഷെ അവസാനം ചെന്ന് വീണത് വലിയൊരു ഗർത്തത്തിലായിരുന്നു. എഴുന്നേൽക്കാൻ വയ്യാതെ വണ്ണം ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം കഠിനാധ്വാനം ചെയ്താൽ മാത്രം നികത്താൻ കഴിയുന്ന ഒരു അപായ ചുഴിയിൽ ഇന്ന് വീണ് കിടന്ന് നിലവിളിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടേതല്ലാത്ത വഴികളിൽ നേട്ടമുണ്ടെന്ന് പറഞ്ഞാലും നാം കാൽച്ചുവടുകളെ വെക്കുമ്പോൾ അത് നമ്മളെ കൊണ്ടുപോയി താഴ്ത്തിക്കളയുന്നത് നമുക്കൊരിക്കലും ഉയരാൻ കഴിയാത്ത ദുരന്തങ്ങളിലാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഏത് നാശകരമായ കുഴിയിലും ഏത് അപകടാവസ്ഥയിലും കിടന്ന് താണുപോകുന്നവനെയും കൈ നീട്ടി ഉയർത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ കരം എനിക്കറിയാം. അത് കാൽവറി ക്രൂശിലെ എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതേറ്റ കരമാണ്. നിങ്ങളുടെ കൈകളാൽ നിങ്ങൾ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടാകും. നിങ്ങളുടേതായ തെറ്റായ പ്രവർത്തനങ്ങൾ മുഖാന്തിരം ഒരുപാട് പതനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ കൂടിയും ഞാൻ ആധികാരികമായി പറയട്ടെ, എൻ്റെ യേശു ഏത് ദുരന്ത മുഖത്ത് അകപ്പെട്ട് കിടക്കുന്നവനെയും പഴയതിനേക്കാൾ ശ്രേഷ്ഠമായി പിടിച്ചുയർത്താൻ മതിയായവനാണ്. ഇന്നെന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ചെയ്തത് പലതും നഷ്ടമായി പോയെങ്കിലും പലതും പ്രതീക്ഷിച്ചതുപോലെ ഫലം നൽകാതെ പോയതിലും വളരെ മാനസികമായി തകർന്ന വേദനയോടെ ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, അവസരങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളെ പോലെയുള്ളൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു പോയപ്പോൾ നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു? അതിൻ്റെ പുറകിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്തിൻ്റെ നല്ല സമയം വെച്ചിട്ടുണ്ട്. കർത്താവ് നിനക്കൊരു നല്ല നാളെ ഒരുക്കിയിട്ടുണ്ട്. അത് നിശ്ചയമായും കടന്നു വരിക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് ഇങ്ങനെ വെറുതെ ഒരു വാക്കായിട്ട് ഇങ്ങനെ ഒരു ആശ്വാസം പറയുമ്പോൾ ഞാൻ ആധികാരികമായി പറയട്ടെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാടിപ്പോയ തകർച്ചകളിൽ നിന്ന് തന്നെ പടുത്തുയർത്താൻ ചെറിയ സമയം തന്നെ ധാരാളമാണ്. ഒരുപാട് കാലഘട്ടങ്ങൾ കൊണ്ട് നടക്കേണ്ട വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാരമായ സമയങ്ങൾ കൊണ്ട് തന്നെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദകരമാക്കാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചിതമായൊരു അവസരവും സ്ഥലവും സമയവും എഴുതി വച്ചിട്ടുണ്ട്. അതിനെ നേരത്തെ കണ്ടെത്തുന്നവർ വളരെ ഭാഗ്യവാന്മാരാണ്. നിർഭാഗ്യവശാൽ പലരും തങ്ങളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതികൾ കണ്ടെത്തുന്നത് ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിലാണ്. മറ്റു ചിലർ ജീവിതത്തിൻ്റെ മധ്യവയസ്കരായി തീരുമ്പോഴാണ്. വേറെ ചിലർ കുഞ്ഞുനാളിലെ കണ്ടെത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത വഴികളിൽ കർത്താവിനെ കുറിച്ച് ഉദ്ദേശിച്ചതായ കാര്യം വളരെ നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനതിൽ ദൈവത്തെ അഗാധമായി സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാറുണ്ട്. ഒരു നാഴിക മുമ്പേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഇരിപ്പിടങ്ങളിലേക്ക് നാം കയറിയാൽ, ഒരു നാഴിക മുൻപേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് നാം ചെന്ന് സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അതിശയകരമായതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്ന അത്ഭുതകരമായ പദ്ധതികൾ ദൈവം
ദൈവത്തിൻ്റെ കൈകളിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണമായി ഒരു ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ അടുക്കൽ പച്ചക്കറി ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവർ പച്ചക്കറിയുടെ ഹോൾസെയിൽ വ്യാപാരികളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര ലാഭകരമായ ബിസിനസ്സാണ്. അപ്പോൾ ഇവരിത് പറയുന്ന സമയത്ത് തന്നെ ഈ മനുഷ്യൻ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരുന്ന കാഴ്ച കർത്താവിനെ കാണിച്ചു. അന്നേരം വളരെ ലാഭകരമായ ഈ ബിസിനസ്സാണ്, കാര്യം ശരിയാണ്, നന്നായിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്നൊരിടത്ത് ഒരു ബിസിനസ്സിലാണ് ഈ മനുഷ്യനായിരിക്കുന്നത്. എന്നാൽ ഇയാൾ ചെയ്യേണ്ട പണി അതല്ല. തൻ നിമിത്തം ഇയാളുടെ കയ്യിൽ വേണ്ടത്ര വരുമാനം ഉണ്ടാകുന്നില്ല. ഈ കാര്യം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു തൊഴിലാണ്, നല്ലൊരു വ്യാപാരമാണ്, ഏറ്റവും ഉചിതമായൊരു സ്ഥലത്തുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഈ ജോലി ചെയ്യേണ്ടയാൾ ഇയാളല്ല. ഇദ്ദേഹത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പരിപാടി ഇതല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പച്ചക്കറി. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങളത് കൊണ്ടുവരുന്നുണ്ടെന്നും നിങ്ങൾ വളരെ വിപുലമായ നിലയിൽ അതിൻ്റെ ഹോൾസെയിൽ വ്യാപാരികളാണെന്നും എല്ലാമുള്ള കാര്യം കർത്താവിനോട് കാണിച്ചു തന്നു. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ഈ നഷ്ടത്തിൽ നിന്ന് കരകയറുകയില്ല. ഈ ബിസിനസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് 1-2 പേർ ചോദിക്കുന്നുണ്ട്, തരുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊടുക്കുക, നിങ്ങൾക്ക് ആ ലഭിക്കുന്ന തുക നിങ്ങൾ വാങ്ങിക്കൊള്ളുക. എന്നിട്ട് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ, ഈ കടകളെ കൈമാറ്റം ചെയ്തുകൊണ്ട് വളരെ വിപുലകരമായ അടുത്തൊരു പ്ലാനിലേക്ക് മാറുക. നല്ലൊരു ബിസിനസ് പ്ലാൻ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നതായ തൊഴിൽ അതായിരുന്നു. അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് പുറകെ അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും തൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആരൊക്കെ കൂടി പറഞ്ഞു കൊടുത്തൊരാശയമാണ്, ഇത് ചെയ്താൽ വിജയിക്കും. അങ്ങനെ തൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്ന ഒരു അന്തിക്കൂട്ടിൻ്റെ സമയത്ത് തൻ്റെ സ്നേഹിതന്മാർ കുറച്ചുപേര് പറഞ്ഞ ഉപദേശം കേട്ടുകൊണ്ട് താൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഒരു 20 ലക്ഷം രൂപയുടെ നഷ്ടമാണ് തനിക്കതിൽ നേരിട്ടത്. ആ നഷ്ടം നികത്തുവാൻ വേണ്ടി പിന്നെയും പലിശയ്ക്ക് കടമെടുത്തു. അങ്ങനെ വലിയൊരു കടക്കണിയിലോട്ട് ഇങ്ങനെ ഓടുന്ന വഴിയിലാണ് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യുക, മറ്റുള്ളതിലേക്ക് മാറുക, ശ്രേഷ്ഠമായതിലേക്ക് മാറുക എന്നുള്ളതായ കാര്യം അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്. അങ്ങനെ ആ കുടുംബം പെട്ടെന്ന് അത് വൈൻഡപ്പ് ചെയ്യുകയും അതിലേക്ക് മാറുവാൻ അവർ ഒരു മനസ്സ് വെക്കുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആശ്വാസത്തോടുകൂടി ഉറങ്ങുവാൻ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞു എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ജീവിതത്തിൻ്റെ സന്തോഷകരമായ പാതകൾ വളരെ ആനന്ദകരമായി സവിശേഷമായ അനുഗ്രഹങ്ങളോടുകൂടെ ഉയർന്നു വരുന്നൊരു കാഴ്ച കർത്താവിൽ എനിക്കറിയാൻ കഴിഞ്ഞു. ഞാനതിനെ ഓരോ ദിവസവും വഹിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. കാരണം നമ്മുടെ വാക്ക് കേട്ടൊരു മനുഷ്യനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവരതിൽ വിജയിക്കുന്ന നാഴിക വരെയും അവരെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുക എന്നത് ധാർമ്മികമായി നമ്മൾ വഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് ആ മനുഷ്യനോട് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പച്ചക്കറി ബിസിനസ് ലാഭമുള്ളതല്ലേ? അതെ, ലാഭമുള്ളതാണ്. അത് ചെയ്താൽ വിജയിക്കാൻ പറ്റത്തില്ലേ? വിജയിക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും ആ ബിസിനസ് അല്ല ചെയ്യേണ്ടത്. എല്ലാവരും സ്വർണ്ണ കച്ചവടമല്ല ചെയ്യേണ്ടത്. എല്ലാവരും മണ്ണെണ്ണ വ്യാപാരമല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിശ്ചിതമായി ദൈവം മാറ്റിവെച്ചിരിക്കുന്നത് ഒരുപക്ഷെ കൃഷിയായിരിക്കാം, മറ്റൊരാൾക്ക് വ്യാപാരമായിരിക്കാം, മറ്റൊരാൾക്ക് മത്സ്യബന്ധനമായിരിക്കാം, വേറൊരാൾക്ക് ആഹാരം പാകം ചെയ്യലായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തന്മയത്വത്തോടുകൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരിടത്ത് അവിടെ നിങ്ങൾ കൃത്യമായും എത്തിപ്പെട്ടാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഉയർച്ചയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പദ്ധതി ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ ഏത് ചെയ്യണം, ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടണം, ഞാൻ ചെയ്യുന്നത് പലതും പരാജയമാണ് ദൈവദാസനെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഇങ്ങനെ ചോദിക്കുന്നവരോടെല്ലാമായിട്ട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത് എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണിക്കും. 2, എത്രയും പെട്ടെന്ന് നിന്നെ അതിലേക്ക് കർത്താവ് എൻ്റർ ചെയ്യിക്കാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നു. ഛർദ്ദിക്കാൻ ഉള്ളതായ ഒരു ടെൻഡൻസി പോലെ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെയും വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാകുന്ന ഒരാളെ കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ മേൽ ഈ നിമിഷം ഒരു സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ ആത്മാവിൽ അറിയുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ പ്രാപിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ലൈഫിന് വേണ്ടി മാത്രമായി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അത് മനസ്സിലാക്കാതെ തെറ്റായ ഇത്തരം കാര്യങ്ങളിലേക്ക് നാം പോകുന്നതിലൂടെ ലൈഫ് രക്ഷപ്പെടാൻ വലിയ വില നൽകേണ്ടതായിട്ട് വരും. ജീവിതം ഒന്ന് ഗതി പിടിക്കാൻ ഒത്തിരി വില നൽകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളതായ ഒരു തെറ്റായ മാർഗം, എനിക്ക് വേണ്ടി ദൈവം വെക്കാത്ത ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ അത് പരാജയം. അതായത് ഉദാഹരണം പറഞ്ഞാൽ റബ്ബർ വ്യാപാരം ചെയ്യേണ്ടവൻ എണ്ണ വ്യാപാരം ചെയ്താലുള്ള കാര്യമായി പറയുന്നത്. അവിടെ സുഗമമായിട്ട് നിനക്ക് പോകാവുന്ന വഴിയിൽ നീ വഴി മാറി സഞ്ചരിക്കുമ്പോൾ ജീവിതം ഉയർന്നു വരാൻ വലിയ വില നൽകണം. മറ്റുള്ളവർ നേരിടാത്ത വലിയ തടസ്സങ്ങളെ അത്തരം മേഖലകളിൽ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പാതയ്ക്ക് വിപരീതമായി യാത്ര ചെയ്ത യോനായുടെ ലൈഫിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന കുറേയധികം സമ്മർദ്ദങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അയാൾക്ക് കൊടുങ്കാറ്റിൽ അകപ്പെടേണ്ടതായിട്ട് വന്നു, കടലിൽ എറിയപ്പെടേണ്ടതായിട്ട് വന്നു, മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ. അതിൻ്റെ പുറകിലൊരു ദൈവോപദേശം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് അധ്യായത്തിൽ ഞാൻ പറയാം. പക്ഷേ എന്നാൽ പോലും ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്ന നിമിത്തം
ഉദ്ദേശിച്ച ഉയരങ്ങളിലെത്താൻ വലിയ വില നൽകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതികളെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെ ഞാൻ കണ്ടെത്തുന്നത്? ഞാൻ ആരായി തീരണം? ഞാൻ ഏത് തൊഴിൽ ചെയ്യണം? ഞാൻ എന്തിൽ എത്തിപ്പെടണം? ഇങ്ങനെയുള്ളതായ 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ +2 എക്സാം കഴിയുമ്പോഴാണ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളിൽ ചെന്നിട്ട് നഴ്സിങ്ങിന് പോകണോ, എഞ്ചിനീയറിങ്ങിന് പോകണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സുകൾക്ക് പോകണോ, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കും, പാസ്റ്ററെ ഞാൻ ഇതിന് പൊക്കോട്ടെ, അവിടെ അഡ്മിഷൻ കിട്ടുമോ, ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ ഞാൻ എന്തിനാണ് പോകേണ്ടതെന്ന്. ദൈവം നിന്നോട് കുറേ നാളുകളായി നീ എങ്ങോട്ട് തിരിയണമെന്ന് നിന്റെ ജനനം മുതൽ പറയുന്ന ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. ഏത് പാത തിരഞ്ഞെടുക്കണം, ഏതിൽ നീ സവിശേഷമായി ഉയരണം എന്നതിനെക്കുറിച്ച് നിന്റെ ബാല്യകാലം മുതൽ ദൈവം നിനക്ക് നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് നീ മനസ്സിലാക്കാതെ പോകരുത്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ചെല്ലണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളതായ സമഗ്രമായൊരു അവബോധം ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എവിടെ ചെല്ലണം, നമ്മൾ എങ്ങോട്ട് തിരിയണം എന്നതിനെക്കുറിച്ച് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ നിർദ്ദേശം ജന്മസിദ്ധമായ നമ്മുടെ കഴിവുകളാണ്. നമുക്ക് ലഭിക്കുന്ന ചില ബോൺ ടാലൻറ്റുകൾ, ചിലത് പാടാനായിരിക്കാം, ചിലത് വരയ്ക്കാനായിരിക്കാം, ചിലത് ആർട്ടിഫിഷ്യലായിട്ട് കാര്യങ്ങളെ ഉണ്ടാക്കാനായിരിക്കാം, അഭിനയിക്കാനായിരിക്കാം, നൃത്തം ചെയ്യാനായിരിക്കാം, ഇനി അതല്ലെങ്കിൽ കായിക ഇനങ്ങളിൽ പങ്കുചേർന്ന് വിജയം കൈവരിക്കാനായിരിക്കാം, നന്നായിട്ട് ഓടാനായിരിക്കാം, അങ്ങനെ നന്നായിട്ട് നീന്താനായിരിക്കാം. ഏത് നിലയിലാണോ നിങ്ങളുടെ കഴിവുകളെ സമഗ്രമായി കണ്ടെത്തേണ്ടത് അതിലേക്ക് നിങ്ങൾ തിരിയണം. കുറേ രസകരമായൊരു കാര്യം പറയാം. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ മൂന്നാറിലൊരു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി ഒരു കൊച്ചിനെയും കൊണ്ട് എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നു. അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവനെ കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് അപ്പനും അമ്മേനോട് പറഞ്ഞു, പാസ്റ്റർ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവനെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ വിടാൻ പോവാണ്. അപ്പോൾ ബൈബിൾ കോളേജിൽ വിടാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവനെ സുവിശേഷവരേക്ക് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ആകെപ്പാടെ അങ്കലാപ്പിലായിപ്പോയി. കാരണം ആ സഭയിലുള്ള എല്ലാവരും ഇവനിപ്പോൾ ഉപദേശിയാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. 2, ഇവൻ്റെ അപ്പനും അമ്മയും ഇവനെ വളരെ താല്പര്യത്തോടുകൂടെ ഇതിനുവേണ്ടി വിടാൻ വേണ്ടി ആഗ്രഹിച്ച് കച്ച കെട്ടിക്കൊണ്ടിരുന്നിരിക്കുകയാണ്. ഈ ചെറുക്കൻ കൊച്ചെൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവനോട് പ്രാർത്ഥിക്കാൻ നേരം പെട്ടെന്ന് കർത്താവിനെ കാണിച്ച് ഇവൻ്റെ കയ്യിലൊരു ഹാൻഡ് ബോൾ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നിൻ്റെ കയ്യിൽ ഒരു ബോളാണ് ഇരിക്കുന്നത് കാണുന്നത്. ഉടനെ എല്ലാവരും ഒന്ന് ചിരിച്ചു. അന്നേരം പെട്ടെന്ന് എന്നോട് കൊച്ചിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു, പാസ്റ്ററെ ഇവന് ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ മത്സര ഇനത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരിക്കലും ബൈബിൾ കോളേജിൽ പോകേണ്ടവനല്ല, നീ ഈ കളിക്ക് പോയാൽ മതി. ഈ പന്തുമായിട്ട് സുശേഷവേല ചെയ്യാനായിട്ട് നീ ബൈബിൾ എടുക്കേണ്ട സമയത്ത് ഈ ഗോള് ഉപേക്ഷിച്ചിട്ട് നീ ബൈബിൾ എടുത്താൽ നാളെ നീ ഈ പരിപാടിക്കകത്ത് പന്തുകളി നടത്തും. അതുകൊണ്ട് വേണ്ട, കൊച്ചിതല്ല ചെയ്യേണ്ടത്. നിന്റെ ഭാവിയെ ദൈവം ഉയർത്താൻ പോകുന്നത് ആ നിലയിലാണ്. നീ അങ്ങോട്ടേക്ക് തിരിയണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആ ഒരു കുടുംബത്തിന് ആശ്വാസമായി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അവരെന്നോട് ദേഷ്യപ്പെട്ടൊന്നുമില്ല. കാരണം ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങളുടെ കൊച്ചിനെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു. നോ, അവർക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അവർ പറഞ്ഞു, കൃത്യമായൊരു ആൻസർ ഇപ്പോഴാണ് കിട്ടിയത്, ഞങ്ങൾക്ക് സന്തോഷമായി. നിന്നെ ദൈവം ജന്മസിദ്ധമായി ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്തിട്ടുണ്ട്. നീ അതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നീയും നിൻ്റെ സമൂഹവും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. നിന്നിലൂടെ ദൈവരാജ്യത്തിന് ഒരുപാട് വികസനപരമായ കാര്യങ്ങൾ നിർവഹിക്കാനും പറ്റും. കഴിവുകളെ കണ്ടെത്തുക. ജന്മസിദ്ധമായി ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ നിന്റെ ഭാവി എങ്ങോട്ടേക്ക് നീങ്ങണമെന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശക്തമേറിയ വെളിപ്പെടുത്തലുകളാണ്. അതുമായി ബന്ധപ്പെട്ടൊരു മേഖല നീ തിരഞ്ഞെടുക്കൂ, നീ അതിലേറെ ശോഭിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് ജനിക്കാൻ നൽകിയിരിക്കുന്ന കുടുംബം, ആ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചില രീതിയിൽ പരുവപ്പെട്ടു വരും. ഉദാഹരണം പറഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്ന കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ അവർ അഗ്രഗണ്യന്മാരായിരിക്കും. കാരണം ചെറുപ്പം മുതൽ ഇതാണ് കേൾക്കുന്നത്. അഡ്വക്കേറ്റുമാരായിരിക്കുന്ന മാതാപിതാക്കളുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിയമപരമായ മേഖലയിലേക്ക് പോയാൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവർ ശോഭിപ്പാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ സാഹചര്യം അവർക്ക് നൽകിയിരിക്കുന്ന കൈമാറ്റം ഇതാണ്. അവരുടെ
വളർന്നു വരുന്ന ഫ്യൂച്ചറിലേക്ക് അവരുടെ സിറ്റുവേഷൻസ് എല്ലാം ഇങ്ങനെ ചേരുവകയായി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നിലയിലുള്ളതായ ഒരു നല്ല ഫ്യൂച്ചറാണ്. അതിനെയും വേണ്ടാന്ന് വെച്ചിട്ട് തനിക്ക് അപരിചിതമായൊരു മേഖലയിലേക്ക് പോയാൽ അതിൽ പെട്ടെന്നൊന്നും തല ഉയർത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ഏറ്റവും ശോഭിതമായി ശ്രേഷ്ഠമായി തീരാൻ കഴിയുന്ന ഒന്നിലേക്ക് ചെന്ന് നിങ്ങളുടെ കഴിവിനെ തിരഞ്ഞെടുത്ത് തെളിയിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് ചെല്ലാൻ കഴിയും. ഞാൻ എൻ്റെ ആത്മീക ശുശ്രൂഷയുടെ തണലിൽ നിന്നൊരു കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. ആ വീട്ടിൽ 3 പെൺപിള്ളേരാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു കുടുംബം. എല്ലാം തകർന്ന് എൻ്റെ അടുക്ക് വന്നതാണ്. ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി ഒരു സാധാരണ വിശ്വാസിക്ക് കൊടുക്കുന്നതിനേക്കാൾ അതീതമായ ആത്മീക കരുതൽ നൽകിയാണ് അവരെ ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. ആ വീട്ടിലെ മൂത്ത പൈതൽ അവളുടെ ഭാവി എന്തിലേക്ക് തിരിയണമെന്നതിനെക്കുറിച്ചുള്ളതായ ഒരു ചോദ്യവുമായി എൻ്റെ അടുക്കൽ വന്നു. ആ സമയത്ത് അവൾക്ക് സർഗാത്മകമായ ദൈവം കൊടുത്ത കുറേയധികം കഴിവുകളുണ്ട്. ഒരു മുട്ടത്തോട് കൈ കെട്ടിയാൽ ആ മുട്ടത്തോട് കൊണ്ട് അവളൊരു കിളിയെ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് ആ മുട്ടത്തോട് പിന്നെ മുട്ടത്തോടായിരിക്കത്തില്ല അവിടെ കയ്യിൽ കിട്ടിയാൽ. നമ്മൾ വായിച്ചിട്ട് വെറുതെ കളയുന്ന കുറേ പത്രക്കടലാസ് അവിടെ കയ്യിൽ കിട്ടിയാൽ ആ പത്രക്കടലാസ് കൊണ്ട് അവളൊരു പൂന്തോട്ടം ഉണ്ടാകും. അത്ര വൈഭവമുള്ളൊരു കൊച്ച്. ഞാനെൻ്റെ ജീവിതത്തിൽ ഇത്രയും കലാ നൈപുണ്യമുള്ള കുഞ്ഞുങ്ങളെ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അത്രത്തോളം ജീനിയസാണ്. കുറേ കളറും കുറേ ബ്രഷും കുറച്ച് ഫെവിക്കോളും കുറച്ച് ഈർക്കിലിയും കുറച്ച് വർണ്ണക്കടലാസുകളും ഒക്കെ അവിടെ കൊടുത്താൽ അവൾ സൃഷ്ടിക്കുന്നത് നമ്മൾ നോക്കിയിരുന്നു പോകും. അത്ര കഴിവുള്ളൊരു കൊച്ച്. ഈ കുഞ്ഞിനെ എൻ്റെയൊക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നപ്പോഴേ കർത്താവിനോട് പറഞ്ഞു, ഇവൾ ഭയങ്കര ക്രിയേറ്റിവിറ്റിയുള്ള ആളായതുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിഷ്വൽ മീഡിയയുടെ രംഗത്തേക്കും ഡിസൈനിങ് രംഗത്തേക്കുമാണ് ഇവൾ പോകേണ്ടത്. ഞാൻ ഈ കാര്യം ഇവരോട് പറഞ്ഞ് അവളെ ഒരു സ്ഥാപനത്തിലാക്കി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു 1-2 മാസം കഴിഞ്ഞു. ഫീസൊക്കെ കൊടുത്ത് പഠനം തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിൽ വേറെ ആരാണ്ട് ഒരു തെറ്റിദ്ധാരണ കുത്തി നിറച്ചു. ഇപ്പോൾ നീറ്റ് എക്സാം എഴുതണം, ഇപ്പോൾ ഡോക്ടറാകണം. അങ്ങനെ ഇത് കളഞ്ഞിട്ട് ഈ കൊച്ച് അതിനു വേണ്ടി സൈലത്തിലോ ആകാശത്തിലോ എങ്ങാണ്ട് പോയി പഠിക്കാൻ കയറി. അവിടെയും പോയി ക്യാഷും കൊടുത്ത് കുറേ നാൾ അവിടെ നിന്നു. 1 വർഷം 1.5 വർഷം അവിടെ വേസ്റ്റ് ചെയ്തു. അതൊട്ട് കിട്ടിയുമില്ല. പിന്നെയും സങ്കടപ്പെട്ട് തിരിച്ചു വന്നു. മുഖത്ത് നോക്കുമ്പോൾ ഈ കൊച്ചിനെ കണ്ണ് നിറയുക. ഈ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, പൊന്നെ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ മോനെ, ദൈവം നിന്നെ നിയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. മോൾ അതിനാണ് പോകേണ്ടത്. അങ്ങനെ രണ്ടാമത് എവിടെ നിർത്തിയോ അവിടെ നിന്ന് പിന്നെയും പുനരാരംഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ ജന്മസിദ്ധമായ നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ നമ്മൾ എങ്ങോട്ട് തിരിയണം എന്നതിനെക്കുറിച്ചുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ സൂചനകളാണ്. 2, ഒരു പ്രോഫറ്റിക്കൽ കൺസൾട്ടിങ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതത്തിന് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ ഒരു പ്രവാചകന് കാണാൻ കഴിയും. ദർശനമുള്ള ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ കണ്ണുകൾക്ക് നിങ്ങളുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം വളരെ ശക്തമായി കാണാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ദൈവപുരുഷനെ കൊണ്ടോ ദൈവത്തിൻ്റെ ഗ്രേസ് ഉള്ള ഗിഫ്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിപ്പിക്കൂ. അവർ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയും. അവരുടെ വാക്കുകളെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. ഒരു പ്രവചനം കേൾക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊള്ളുക. ആ സ്ഥലത്ത് എന്തെല്ലാമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ ലൈഫ് മുതൽ അവിടം വരെയുള്ള വഴികളിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് കിട്ടിയിരിക്കുന്നത്. ആ വിവരണം അതുപോലെ ഇങ്ങെടുക്കണം. ചിലർ പ്രവചനത്തിൽ ഒരു പോയിൻ്റാണ് കയറി പിടിക്കുന്നത്. നോ, അങ്ങനല്ല ചെയ്യേണ്ടത്. ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുമ്പോൾ ആ മെസ്സേജിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങെടുക്കുക. അതിനെ പിഴിഞ്ഞതിൻ്റെ സത്തൂറ്റിയെടുക്കുക. സകലതും ശോധന ചെയ്യുക. എന്നിട്ട് നല്ലതിനെ സോർട്ട് ചെയ്ത് മാറ്റുക. അതിൽ നിന്ന്, കാരണം കാണുന്ന ഒരാൾ ആശയത്തെ അവതരിപ്പിക്കുന്നത് അയാളുടെ ഭാഷയ്ക്കനുസരിച്ചാണ്, അയാളുടെ അവതരണ മികവിനനുസരിച്ചാണ്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും കേൾക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നതും അയാൾ കാണുന്നതും തമ്മിൽ ഒരുപോലെ ക്ലിപ്പ് ചെയ്യപ്പെടണമെങ്കിൽ കൃത്യമായിരിക്കുന്ന നിലയിൽ അതിനെ A to Z അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു പ്രോഫറ്റിക്കൽ കൺസൾട്ടിങ് നിങ്ങളുടെ ലൈഫിനെ മാറ്റും.
ഇനിയും അടുത്ത കാര്യം, എപ്പോഴും നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന ഒരു പാഷൻ നിങ്ങൾക്കുണ്ട്. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ, അവൻ ബാല്യകാലം മുതൽ ഏത് പുതിയ മോഡൽ കാറുകൾ ഇറങ്ങിയാലും അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പഠിക്കും. അതിൻ്റെ മോഡൽ ഏതാണ്, അത് എത്രത്തോളം മുന്നോട്ട് പോകും, അതിൻ്റെ മികവുകൾ എന്തെല്ലാമാണ്. ഈ നിലയിൽ മുന്നോട്ട് വരുന്ന വഴിക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, എൻ്റെ മോനെ എന്തിനാണ് വിടേണ്ടത്? ഞാൻ പറഞ്ഞു, അവൻ്റെ ബാല്യകാലം മുതൽ അവൻ്റെ മനസ്സിനകത്ത് ഇവൻ ഇതിനെക്കുറിച്ചുള്ള ഒരു പാഷനാണ്. ഈ നിലയിലുള്ളതായ ഒരു കാര്യത്തിലേക്ക് വിടും. ഇന്ന് ജർമ്മനിയിൽ അവൻ വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റിനകത്ത് വർക്ക് ചെയ്യുവാണ്. നല്ലൊരു പൊസിഷനിലേക്കാണ് അവൻ ചെന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്ന ചില പാഷൻ, അത് നാം എവിടേക്ക് തിരിയണം എന്നതിനെ വലിയ തോതിൽ നിർണ്ണയിക്കുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ മറ്റൊരു മേഖലയിലായിരിക്കെ നിങ്ങൾ അതിനെ മറന്നു കളഞ്ഞിട്ട് വേറൊന്നിലേക്ക് തിരിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് എത്ര കണക്കിന് രൂപ ലഭിച്ചെന്ന് പറഞ്ഞാലും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടം നിങ്ങളെ അലട്ടും. നമ്മുടെ ജീവിതത്തിൽ ചില തൊഴിലുകൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് എത്ര കഷ്ടപ്പാട് നിറഞ്ഞതാണെങ്കിലും അതിൽ മികവുള്ളവരായി തീരാൻ നമുക്ക് കഴിയും. കാരണം നമ്മുടെ മനസ്സിനെ ദൈവം ട്യൂൺ ചെയ്തിരിക്കുന്നത് ആ നിലയിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന സർഗാത്മകതയും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാഷനും ഏത് മേഖലയിലേക്കുള്ളതാണ് അതിലേക്ക് തന്നെ തിരിയുക. നീ ചെല്ലേണ്ട ഇടം അത് തന്നെയാണ്. ജീസസ്, ഞാനൊരു വാക്ക് പറയട്ടെ, എല്ലാ ജോലിയും നമുക്കുള്ളതല്ല, എല്ലാ ബിസിനസ്സും നമുക്കുള്ളതല്ല, എല്ലാ ശുശ്രൂഷയും നമുക്കുള്ളതല്ല, എല്ലാ സ്ഥലവും നമുക്കുള്ളതല്ല, പണം ലഭിക്കുന്ന ഏത് വഴിയും നമുക്കുള്ളതല്ല. ഈ ഒരു വാക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ജീസസ്, ആത്മീക ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരുപാട് പേർ എൻ്റെ അടുക്കലേക്ക് വരും പ്രാർത്ഥിക്കാൻ പല സമയത്തും. അതിൻ്റെ സ്നേഹിതർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എത്ര ദിവസം ഫാസ്റ്റിങ്ങിലായിരുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ നിൽക്കുന്നിടത്തൊരു ദൈവപ്രവൃത്തി നടക്കുന്നില്ല. പലപ്പോഴും അവർ നിൽക്കുന്ന ഇടം ദൈവം അവരെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് തോന്നും, അയ്യോ, ദൈവത്തിന് അങ്ങനെ ഇഷ്ടപ്പെടാത്ത സ്ഥലമുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. പൗലോസ് ലീഹായും പത്രോസ് ലീഹായും ഒരേ സമയത്ത് ഒരേ വേദിയിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. പത്രോസ് എന്ന ദൈവദാസനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം യഹൂദ ജനതയുടെ നടുവിലുള്ളതായ ഒരു അപ്പോസ്തലനായി നിൽക്കണം എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് എന്ന് പറയുന്ന ദൈവദാസനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷം ഇന്നുവരെയും എത്തിയിട്ടില്ലാത്ത ജാതികളായിരിക്കുന്ന ജനതയുടെ നടുവിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇത് നേരെ തിരിഞ്ഞാലോ? പൗലോസ് യഹൂദ സമൂഹത്തിലും പത്രോസ് ജാതികളുടെ ഇടയിലേക്കും പോയാലോ? അവിടെ വലിയ കല്ലുകടികളുണ്ടാകും. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഇടത്തല്ലാതെ നാം എവിടെ ദൈവനാമ നിമിത്തം നിന്നെന്ന് പറഞ്ഞാലും അത് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും സൃഷ്ടിക്കുക. നിങ്ങളുടെ മേലുള്ളതായ വിളിയുടെ ആഴങ്ങളെ പഠിച്ചിട്ട് നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ളതിന് അവകാശികളായി ഗുണഭോക്താക്കളായി തീരാനുള്ള മനുഷ്യർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് തന്നെ പോവുക. എൻ്റെ ഒരു സ്നേഹിതൻ വളരെ അനുഗ്രഹീതമായി ദൈവവചനം ശുശ്രൂഷിക്കും, പക്ഷേ അദ്ദേഹം അതിനേക്കാൾ നന്നായി ശോഭിക്കുന്നത് വർഷിപ്പിലാണ്. അന്നേരം ഈ ഒരു കാര്യം എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ എത്ര അങ്ങോട്ട് ശുശ്രൂഷിച്ചാലും എൻ്റെ വചനമൊക്കെ നല്ല നിലയിൽ ആൾക്കാർക്ക് മനസ്സിലാകും, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒരു സംതൃപ്തി കിട്ടുന്നില്ല. നീ ചെയ്യേണ്ട കാര്യം അത് മാത്രമല്ല, നീ കൂടുതലായി ഫോളോ ചെയ്യേണ്ടത് കർത്താവിനെ സ്തുതിക്കുന്ന നിലയിൽ മനുഷ്യരെ ഒരുക്കിയെടുക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ശുശ്രൂഷകനായിട്ടാണ് നീ തീരേണ്ടത്. എൻ്റെ വേറൊരു വളരെ അടുത്തൊരു സ്നേഹിതനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വചനം അധികം പ്രസംഗിക്കുന്നതിൽ അദ്ദേഹത്തിന് അല്പം പ്രാപ്തി കുറവാണ്, പാടാനും അദ്ദേഹത്തിന് അല്പം പ്രാപ്തി കുറവാണ്. പക്ഷെ ദൈവം നന്നായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് രോഗശാന്തിയിലാണ്. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യൻ കുറേ നാൾ വളരെ നിരാശനായി നടന്നു. ഞാൻ പ്രസംഗിച്ചാൽ അങ്ങോട്ട് ഒക്കത്തില്ല, ഞാൻ എത്ര നോക്കിയാലും ഈ കാര്യം നടക്കത്തില്ല. ഇങ്ങനെ മനസ്സ് തളർന്ന് ഒരു ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്നു. ഒരു മൂലയ്ക്കിരുന്ന് ഇദ്ദേഹം ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തളർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഔഷധക്കുപ്പിയുമായിട്ടിരിക്കുന്നവനാ, എന്നാൽ ആ ഔഷധക്കുപ്പി മാറ്റി വെച്ചിട്ട് അദ്ദേഹം കയ്യിൽ കിന്നരം പിടിച്ചുകൊണ്ട് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ ആ ദൈവദാസന് കാര്യത്തിൻ്റെ റൂട്ട് മനസ്സിലായി. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സൗഖ്യദായകമായ കൃപാവരത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് അനേകർക്ക് വിടുതലും ആശ്വാസവും നൽകി അനേകരെ യേശുവിലേക്ക് നേടുന്നൊരു മിനിസ്ട്രിയാണ്. ഇന്ന് അദ്ദേഹം അതിൽ വളരെ അനുഗ്രഹീതനായി ആന്ധ്രയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അനേകർ തന്നിലൂടെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വിധേയരായി അത്ഭുത രോഗശാന്തികളെ പ്രാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ
ദൈവം നമ്മളെക്കുറിച്ച് നിയോഗിച്ചിരിക്കുന്ന ശുശ്രൂഷ പോലും പലപ്പോഴും നാം ചിന്തിക്കും, അവർ നന്നായി പ്രസംഗിക്കുന്നു എന്നാൽ ഞാനും പ്രസംഗിക്കാം, അവർ നന്നായി പാടുന്നു എന്നാൽ ഞാനും വർഷിപ്പിലേക്ക് തിരിയാം, അവർ നന്നായി സഭാസ്ഥാപനത്തിലാണ് എന്നാൽ ഞാനും അതിലേക്ക് തന്നെ തിരിയാം. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി ഇതാണ്. ഇത് മറ്റൊരാൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ അതിലവർ പരാജയപ്പെടും. കുറേ നാൾ അവർ പറയും ഞങ്ങൾ അതുപോലെ ആകാൻ ശ്രമിക്കുന്നു, പക്ഷെ അതിൽ തോറ്റുപോകുമെന്നുള്ളത് അച്ചട്ടായ കാര്യമാണ്. നിങ്ങളെ എന്തിനാണ് ദൈവം വിളിച്ചത് അത് നിങ്ങൾ ഉപയോഗപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളതായി ദൈവത്തിൻ്റെ കൃത്യമായ പ്ലാൻ, അതിലേക്ക് നിങ്ങൾ വരാത്തിടത്തോളം നിങ്ങളുടെ മേലെ എത്ര വലിയ അഭിഷേകമുണ്ടെങ്കിലും ആ അഭിഷേകം മൂടപ്പെട്ടതായി തന്നെ ഇരിക്കും. അത് സൂര്യശോഭയോടുകൂടി എഴുന്നേൽക്കേണ്ടത് ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കറക്റ്റായിട്ടുള്ള ദിക്കിൽ നിങ്ങൾ ചെല്ലുമ്പോഴാണ്. പോകാൻ തയ്യാറാവുക. ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്ന ഇടത്തേക്ക് എത്തുവാൻ തയ്യാറാവുക. കൃത്യമായ സ്ഥലത്ത് നിങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങളുടെ മേലുള്ള അഭിഷേകം അതിൻ്റെ യാഥാർത്ഥ സ്വഭാവം കാണിക്കുകയില്ല. കാലം എത്ര കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു ആവറേജ് മിനിസ്റ്ററായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കറക്റ്റായിട്ടുള്ള ഫ്രെയിമിൽ നിങ്ങൾ എത്തിയാലോ നിങ്ങളെ ലോകം അറിയും. ആയിരങ്ങൾക്ക് നിങ്ങൾ ആശ്വാസവും വിടുതലുമായി തീരും. ദൈവത്തിൻ്റെ നിയോഗത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാളും അതീതമായി നമ്മുടേതായ കാഴ്ചപ്പാടുകളെ നാം വലുതായി കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നാൽ പലപ്പോഴും നമ്മൾ ഒതുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ പ്രശസ്തമായൊരു ലീഡിംഗ് പെന്റക്കോസ്റ്റൽ ചർച്ചിനകത്തൊരു സാധാരണ പാസ്റ്ററായിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു മിനിസ്ട്രിയുടെ ഈ ഒരു പാറ്റേൺ ഇതല്ല, ഈ ഫ്രെയിമിനകത്തുനിന്ന് നിങ്ങൾ വെളിയിൽ വരും. അതിൻ്റെ അർത്ഥം ആ ശുശ്രൂഷ തെറ്റാണെന്നുള്ളതല്ല, വളരെ അനുഗ്രഹീതമാണത്. പക്ഷേ ദൈവം ആ മനുഷ്യനെ വിളിച്ചൊരു ഇടയവൃത്തിയിലേക്കായിരുന്നില്ല, ശക്തമേറിയൊരു ഇവാഞ്ചലിസത്തിൻ്റെ വലിയൊരു ദർശനത്തിലേക്കായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ അതിൽ നിന്ന് മാറി നല്ലൊരു മിനിസ്ട്രി താൻ ആരംഭിച്ചു. അനേക ദേശങ്ങളെ സുവിശേഷീകരിച്ചു. അനേക നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെ കർത്താവിന് വേണ്ടി നേടി. അനേക സഭകളെ സ്ഥാപിച്ചു. ഇന്ന് 200-ലധികം സഭകൾ അവരുടെ കീഴിലുണ്ട്. അദ്ദേഹം ഒരു സഭയുടെ നാഥനായി മാത്രം ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് 200 സഭകൾ സ്ഥാപിക്കപ്പെടുകയില്ലായിരുന്നു. ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിന് വേണ്ടതായ പണവും സന്നാഹവും വാതിലും മനുഷ്യരും സാധ്യതകളും എല്ലാം തുറന്നു വരികയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ട് ദാരിദ്ര്യമില്ലായ്മയെ കാണിക്കുന്നു, മുട്ടില്ലായ്മ. യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് ദാരിദ്ര്യമില്ലാത്ത ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഈ വചനം ദാരിദ്ര്യമില്ലായ്മയെ വാഴ്ത്തുന്നു. ദാരിദ്ര്യമില്ലാത്ത ജീവിതത്തെ വാഴ്ത്തുകയാണ് ഈ വചനം. ദൈവം ഇടയനാകുമ്പോൾ ആ ഇടയൻ നമ്മളെ നയിക്കാൻ, ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മേച്ചിൽപ്പുറമുണ്ട്. അവിടേക്ക് തന്നെ പോവുക. അത് എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമാണ്, നിങ്ങളുടെ ജീവിതത്തിലും വ്യത്യസ്തമാണ്, മറ്റൊരാളുടെ ജീവിതത്തിൽ വ്യത്യസ്തമാണ്. ഞാൻ ഇതിലേക്ക് പോയി ഞാൻ പച്ചപിടിക്കുന്നു എന്ന് കരുതി നിങ്ങൾ ഇതിലേക്ക് വന്നാൽ നിങ്ങൾ തോറ്റുപോകും. മറ്റൊരാൾ പോകുന്നത് കണ്ടിട്ട് ഞാൻ ആ വഴിയെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ അതിൽ പരാജയപ്പെടും. എന്തിലേക്കാണ് ദൈവം നിന്നെ വിളിക്കുന്നത് അതിലേക്ക് തന്നെ പോവുക. സദൃശവാക്യം 3:5-6 സ്വന്തം വിവേകത്തിൽ ഊന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. വിജയവും മികച്ച ജനപിന്തുണയും മികച്ച വ്യക്തികളുടെ കൂട്ടുചേരലുകളും പ്രശസ്തിയും ധനവും പുതിയ പുതിയ നിലവാരമുള്ള ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളും ദൈവം നമ്മളെ നയിക്കുന്ന കൃത്യമായ ഇടത്തേക്ക് നാം യാത്ര ചെയ്യുന്നതിൻ്റെ ഫലമായി ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്നത്തെ പ്രവചനദൂത് ആത്മീക ശുശ്രൂഷയിലും ജീവിതത്തിൻ്റെ പാതകൾ നിർണ്ണയിക്കുന്നതിലും സംശയാലുക്കളായി നിന്ന് സകലർക്കുമുള്ളതായി ദൈവത്തിൻ്റെ ഉത്തരമാണ് എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. വിജയപ്രദമായി മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പാതകളെ നേരെയാക്കുന്നവൻ, ഉറപ്പുള്ള നഗരങ്ങളിൽ ചെന്നെത്തേണ്ടതിന് ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നവൻ, കൃത്യമായ ഇടം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി അതിൽ ഞങ്ങളെ ഇരുത്തുന്നവൻ അങ്ങാകയാൽ അങ്ങയുടെ സമഗ്രമായ പദ്ധതിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുക. ഇന്ന് പകൽ എന്നെ കേട്ട ഓരോ ദൈവജനത്തെയും ഞാൻ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ കേൾവി നിർണായകമായൊരു വഴിത്തിരിവിനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശക്തമേറിയൊരു മാറ്റത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ വിജയം കണ്ടെത്താൻ, ഉയർച്ച പ്രാപിപ്പാൻ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മക്കളെ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ. ആമേൻ. ഏറിയ നാളത്തെ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ് കേരളമൊട്ടാകെ നമ്മുടെ ആത്മീക ശുശ്രൂഷ
അത്ര പ്രബലമല്ലാത്ത ഇടങ്ങളിൽ നിർവഹിക്കണമെന്നുള്ളത്. കർത്താവിൻ്റെ വലിയ കൃപയാൽ നാളെ നമ്മുടെ സാൽവേഷൻ ഫെസ്റ്റ് എന്ന ആത്മീക ശുശ്രൂഷ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റായിക്ക് സമീപമുള്ള തൈവീട് ജംഗ്ഷനിലെ ശൈല ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റായിക്ക് സമീപമുള്ള തൈവീട് ജംഗ്ഷനിലെ ശൈല ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ സമയം. നിങ്ങളെ കാണാനും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനും വ്യക്തിപരമായി നിങ്ങളുടെ വിഷയങ്ങളെ കേട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വലിയ താല്പര്യത്തോടെയാണ് ഞാൻ എത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലെ അതുല്യമായൊരു വിടുതലിന് വേണ്ടി നിങ്ങൾക്കായി ഒരുക്കി തരുന്ന ഒരു വിശിഷ്ടമായ അവസരമാണ് ഈ ശുശ്രൂഷ. ഒരു കാരണവശാലും ഇത് മിസ്സാക്കരുത്. നിങ്ങളെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റായിക്ക് സമീപം തൈവീട് ജംഗ്ഷനിലുള്ള ശൈല ഓഡിറ്റോറിയത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തിയും സ്നേഹവും നിറഞ്ഞ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വരിക, വലിയ ദൈവകൃപയെ അനുഭവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.